1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി. പ്രധാനമന്ത്രി സുകന്യ സ്മൃതി യോജന ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയാണ്? ഉത്തരം ഓപ്ഷൻ എ പെൺകുട്ടികൾ. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം പാസാക്കിയ വർഷമേത്? ഉത്തരം ഓപ്ഷൻ ഡി 2013. ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി കേരള സർക്കാർ തുടങ്ങിയ പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി വിമുക്തി. സംസ്ഥാന സർക്കാരിൻ്റെ സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതി ആർക്കു വേണ്ടിയാണ് ആരംഭിച്ചത്? ഉത്തരം ഓപ്ഷൻ സി ട്രാൻസ്ജെൻഡർ. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി തമിഴ്നാട്. ഇപ്പോഴത്തെ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി പി സതീദേവി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആര്യഭട്ട. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത്? ഉത്തരം ഓപ്ഷൻ സി 7. കേരളത്തിൽ മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ കൊച്ചി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. കേരളത്തിലെ തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി നിലമ്പൂർ. ഇന്ത്യയിൽ വിവര സാങ്കേതിക വിദ്യാ നിയമം പാസാക്കിയ വർഷമേത്? ഉത്തരം ഓപ്ഷൻ സി 2005. സമത്വ സമാജം സ്ഥാപിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമികൾ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 1858. കേരള സംസ്ഥാനം ഔദ്യോഗികമായി നിലവിൽ വന്നതെന്ന്? ഉത്തരം ഓപ്ഷൻ എ 1956 നവംബർ 1. ജാതിക്കുമ്മി എന്ന കൃതി എഴുതിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി പണ്ഡിറ്റ് കറുപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ ബി കെ കേളപ്പൻ. ദേശീയ പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നതെന്നാണ്? ഉത്തരം ഓപ്ഷൻ സി ഏപ്രിൽ 24. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 21 വയസ്സ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആലപ്പുഴ. കേരള ലളിതകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ തൃശ്ശൂർ. എത്ര വർഷത്തിലൊരിക്കലാണ് ഇന്ത്യൻ സെൻസസ് നടത്തുന്നത്? ഉത്തരം ഓപ്ഷൻ ബി 10 വർഷം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഗംഗ. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ബചേന്ദ്രി പാൽ. ലോക സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ ബി റോബർട്ട് ഓവൻ. അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി 21%. റെഡ് ക്രോസിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം ഓപ്ഷൻ എ ഹെൻറി ഡൂനന്റ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മനില. ലോക ജനസംഖ്യാ ദിനം എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി ജൂലൈ 11. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി എം.എൻ. ഗോവിന്ദൻ നായർ. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി പ്രതിഭ പാട്ടീൽ. കേരളത്തിൽ വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം
ഓപ്ഷൻ സി അയ്യങ്കാളി. ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ മാർക്ക് സുക്കർബർഗ്. 1941 കയ്യൂർ സമരം നടന്ന ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കാസർഗോഡ്. മിസോറാമിൻ്റെ തലസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഐസ്വാൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആർട്ടിക്കിൾ 356 പ്രകാരം. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? ഉത്തരം ഓപ്ഷൻ എ 6 വർഷം. പ്രവാസം എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി എം മുകുന്ദൻ. ഇന്ത്യൻ സിനിമാ രംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്. ലോക ഭൗമദിനം ആചരിച്ചു തുടങ്ങിയത് എന്നു മുതലാണ്? ഉത്തരം ഓപ്ഷൻ എ 1970. 2022 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ എ ആനി എർണോ. ഒരു ബേസ്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 9. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി സുകുമാർ സെൻ. ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ സി ഓഗസ്റ്റ് 29. ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ് സെലൻസ്കി? ഉത്തരം ഓപ്ഷൻ എ ഉക്രൈൻ. ലോക്സഭയിലെ ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി GB മാവലങ്കാർ. അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ മാർച്ച് 8. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി EMS നമ്പൂതിരിപ്പാട്. ഇപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ഋഷി സുനക്. UN സെക്രട്ടറി ജനറലിൻ്റെ കാലാവധി എത്ര വർഷമാണ്? ഉത്തരം ഓപ്ഷൻ എ 5 വർഷം. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി ജനീവ. ആംനസ്റ്റി ഇൻ്റർനാഷണൽ സ്ഥാപിതമായ വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 1961. ഇന്ത്യൻ ഭരണഘടനയിൽ അനുവദിച്ചിരിക്കുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 6. ഇന്ത്യയിൽ വോട്ടവകാശം വിനിയോഗിച്ചു തുടങ്ങാനുള്ള പ്രായം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 18 വയസ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു.